കള്ളസാക്ഷി പറയരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കള്ളസാക്ഷി പറയുന്നവന് നരകം എന്നാണ് ഖുറാനിലും ബൈബിളിലും പറഞ്ഞേക്കുന്നത്. കള്ളസാക്ഷി പറയരുത്, സത്യമേ പറയാവൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും രാത്രി 9:30-10 മണി വരെ ഓടാമെന്നാണ് പെർമിറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഓടിക്കൊള്ളാമെന്ന ഉറപ്പിന്റെ പുറത്താണ് സർക്കാർ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത്. അവരെ 6:30 മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ അവരെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോകാൻ KSRTCയുടെ വണ്ടി കാലിയടിച്ചു വരണം എന്ന് പറയുന്ന മര്യാദ. പകൽ മുഴുവൻ നിങ്ങളുടെ പൈസ വാങ്ങിയെടുക്കുന്നു. വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവർ വണ്ടി തരത്തില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് RTOയ്ക്കും ഉദ്യോഗസ്ഥർക്കും എവിടെ വെച്ച് മന്ത്രിക്ക് നിർദ്ദേശം കൊടുക്കും. സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് വണ്ടി കിട്ടണം. പൊതുഗതാഗതം നിങ്ങൾ മനസ്സിലാക്കണം. പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 504 പുതിയ ബസ് റൂട്ടുകൾ MLAമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്മാർ എന്ന ജനകീയ സദസ്സ് കൂടി തീരുമാനിച്ച ഇതുവരെ ഒരു KSRTC ബസ്സോ ഒരു പ്രൈവറ്റ് ബസ്സോ ഓടിയിട്ടില്ലാത്ത കേരളത്തിലെ 504 റൂട്ടുകൾ ഏതാനും ദിവസങ്ങൾക്കകം സർക്കാർ പ്രഖ്യാപിക്കും. സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് പെർമിറ്റ് എടുത്ത് ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ചെറിയ ബസ് മതി ഓടിക്കാനുള്ള റൂട്ടുകൾ ഇന്ത്യയിൽ ആദ്യമായി ലൈസൻസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഏതാണ് അതിന്റെ എല്ലാ ഉത്തരവും റെഡി ആയിട്ടുണ്ട്. ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി. ഏതൊരു സാധാരണക്കാരനും ഈ പറയുന്ന റൂട്ടിലെ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിശ്ചിത വണ്ടിയെ കാണുള്ളൂ. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വൈകിട്ട് വരെ ഇത്ര ട്രിപ്പ് ഓടിക്കണം. അവിടെ മെച്ചപ്പെട്ട പൈസ കിട്ടുന്ന കണ്ടാൽ എല്ലാവരും കൂടി ഇരച്ചു കയറുന്ന ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസിന്റെ പരിപാടി പറ്റത്തില്ല. അവിടെ 5 വണ്ടിയാണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 വണ്ടി അല്ലാതെ 6ാമതൊരു വണ്ടി ഓടാനൊക്കത്തില്ല. അപ്പൊ ഈ 5 വണ്ടി ഓടുന്നവർ രക്ഷപ്പെടും, അവര് നിലനിൽക്കും. കേരളത്തിൽ ഈ പറയുമ്പോൾ ഇവർ മനസ്സിലായി, ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ പറയുന്ന മനസ്സിലായി. 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. ഇന്ന് 7,000-8,000-ൽ താഴെ പ്രൈവറ്റ് ബസ്സുകൾ. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ 26,000 28,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. പിന്നീട് 2005 ആകുമ്പോഴേക്കും 2006 ആകുമ്പോഴത്തേക്കും 35,000-ലധികം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. KSRTC മത്സരിച്ചും KSRTC നശിച്ചു, പ്രൈവറ്റ് ബസ് നശിച്ചു. പ്രൈവറ്റ് ബസ്സുകൾ ഇന്നും തമ്മിൽ മത്സരിക്കുക. ഒരു റൂട്ടിൽ വിജയിച്ചു എന്ന് കണ്ടാൽ എല്ലാവർക്കും പിന്നെ ആ റൂട്ട് മതി. ഓരോ സെക്കൻഡിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശം തന്നിട്ടുണ്ട്, സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എല്ലാ സമയവും മാറ്റും. 5 മിനിറ്റ് നഗരപ്രദേശങ്ങളിൽ 5 മിനിറ്റ് ഗ്യാപ്പിലും നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റിലും ഗ്യാപ്പിലെ പെർമിറ്റ് കൊടുക്കാവൂ എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. അതിനാണ് സർക്കാർ പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ ഉള്ള വണ്ടിക്ക് മാറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഉള്ള വണ്ടിക്കല്ലേ മാറ്റണ്ട. ഇപ്പോഴല്ലേ ആൾക്കാരെ ഇടിച്ചു കൊല്ലുന്നത്. ഞാനെതിരെയുടെ എല്ലാം ഈ നിയമലംഘനം എല്ലാം കാണുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ കണ്ണടയ്ക്കാം. പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ വളരെ മോശമായ നിലയിൽ ഓടിക്കുന്ന ബസ്സുകളുടെ ഓട്ടത്തിൽ ഇടിയേറ്റ് മരിക്കുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പറയുന്നവർ വരണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു മന്ത്രി എന്ന നിലയിൽ, സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ റോഡിലെ അപകട മരണസംഖ്യ കുറയ്ക്കേണ്ടത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പുറത്ത് കർശന നടപടിയെടുക്കാൻ പറയുമ്പോൾ ഹോൺ സ്റ്റക്കായതാണെന്ന് പ്രചരിപ്പിക്കുന്ന മോശമായ പ്രചരണം അതൊന്നും അന്തസ്സല്ല. കാരണം ഈ സമൂഹത്തിന് നല്ലതല്ല ചെയ്യുന്നത്. ഒരു വണ്ടി ഇടിച്ച് നിർദ്ദയം ആളുകളെ കൊല്ലുമ്പോൾ ഇതേ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്? അയ്യോ, വണ്ടി ഇടിച്ച ആളെ കൊന്നു, സർക്കാർ ഒന്നും ചെയ്തില്ല, ഒരുപാട് പേര് മരിച്ചു. മരിക്കാതിരിക്കാനുള്ള ശ്രമിക്കുന്നത് ഒരു കുടുംബം, ഞാൻ പറയുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ കൈവച്ച് കേൾക്കണം. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു വാഹന അപകടത്തിൽ മരിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ താറുമാറാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എങ്ങനെ ആ കുടുംബത്തിന്റെ പിന്നെയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും? ഏതായാലും അവര് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറത്തില്ല. ആ വീട്ടിലെ ഗ്രഹനാഥയോ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ പോകുമ്പോൾ അവിടെ ആ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖം, ആ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം, അത് പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവ് തന്നെയായിരിക്കും. ഒരിക്കലും ഒരാൾ മരിച്ചുപോയി അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു എന്നാരെങ്കിലും പറയും? ഇല്ലല്ലോ. ആ നഷ്ടം വലിയ നഷ്ടമാണ്. വളരെ സന്തോഷത്തോടെ പറയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ 278 മരണം കേരള സംസ്ഥാനത്താകെ റോഡിലെ മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്ന അഭിമാനം ഗതാഗത വകുപ്പിനുണ്ട്.